ഹലോ എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ സന്ധ്യ കിച്ചൺ വ്ലോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് വൈകുന്നേരത്തേക്കുള്ള കറിക്ക് ചെമ്മീനും അയിലയാണ് കേട്ടോ. ചെമ്മീൻ ആദ്യം തന്നെ മോള് കിള്ളി എടുത്തു കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അയില വെട്ടാനിരിക്കുവാണ്. അപ്പോൾ അയിലയിൽ മുട്ടയുണ്ട് കേട്ടോ. അപ്പോൾ ചെമ്മീൻ വറുക്കാമെന്ന് വിചാരിക്കുകയാണ്. അതുപോലെ അയില 3 പീസാക്കിയിട്ട് അതിൻ്റെ തലപ്പീസ് മാത്രം എടുത്ത് വറുക്കാൻ പോവാണ് കേട്ടോ. പിന്നെ അയിലയുടെ മുട്ടയും കൂടി വറുത്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതേ അയില വെട്ടിക്കഴിഞ്ഞു കേട്ടോ. ഇനി പുറത്ത് കൊണ്ടുപോയി കഴുകി കൊണ്ടുവരട്ടെ കേട്ടോ. അപ്പോൾ അവിടെ വെള്ളം വീണിട്ടുണ്ട്. അടുക്കളയിൽ വെച്ചാണ് കേട്ടോ മീൻ വെട്ടാറ്. പുറത്ത് നല്ല കൊതുകായിരിക്കും. അപ്പോൾ അവിടെ പെട്ടെന്ന് കുറച്ച് ഡെറ്റോളൊക്കെ ഒഴിച്ച് കഴുകിയിട്ടു തുടച്ചിട്ടു കേട്ടോ. പിന്നെ അതേ അയില കഴുകി കൊണ്ടുവന്ന് അത് 3 പീസാക്കിയിട്ട് നടുക്കത്തെ പീസും വാലിൻ്റെ പീസും കറിയിലിടുവാണ്. പിന്നെ തലഭാഗം മാത്രം വറുക്കാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ തലയുടെ ഭാഗത്ത് തലപ്പീസിൽ വരിഞ്ഞൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതേ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് എല്ലാം ഒന്ന് മസാല വെട്ടി വെക്കാൻ പോവാണ് കേട്ടോ. അയിലയുടെ പീസും പിന്നെ ചെമ്മീനും എല്ലാം അയിലയുടെ മുട്ടയും എല്ലാം ഒന്ന് മസാല പെരട്ടി നല്ലപോലെ പുരട്ടി വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അത് കറി വെക്കാനുള്ളതിലേക്ക് ഒരു സവാള അരിഞ്ഞ് ചേർക്കുവാണ്. അപ്പോൾ മുളക് പൊടിയൊക്കെ പച്ചക്കിട്ടാണ് കേട്ടോ വെക്കുന്നത്. പിന്നെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കുറച്ച് പച്ച വെളിച്ചെണ്ണയും പിന്നെ കുടംപുളിയും ഒക്കെ ചേർത്തിട്ട് കറി അടുപ്പത്തേക്ക് കയറ്റി കേട്ടോ. പിന്നെ ചെമ്മീനും പെരട്ടി വെക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ മസാല റെഡിയാക്കിയത് തികഞ്ഞില്ല. അപ്പോൾ കുറച്ചും കൂടി എടുത്തിട്ട് അതും പെരട്ടി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതേ കറി റെഡി ആയിട്ടുണ്ട്. അത് മാറ്റി വെച്ചിട്ട് വറക്കാനുള്ള പരിപാടി നോക്കും കേട്ടോ. അപ്പോൾ അതേ പാൻ വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു. പിന്നെ വറക്കാനുള്ള കുറച്ച് അയിലയും ചെമ്മീനും അയിലയുടെ മുട്ടയും എല്ലാം കൂടി പാർട്സ് ആയിട്ടാണ് കേട്ടോ വറുക്കുന്നത്. ഒരു സൈഡിൽ അയില പീസ് വെച്ചു, ഒരു സൈഡിൽ കുറച്ച് ചെമ്മീൻ വെച്ചിട്ടു. അപ്പോൾ രാത്രി കുറച്ച് വൈകിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും വിശന്ന് തുടങ്ങി. അപ്പോൾ പിള്ളേർക്ക് ചോറ് കൊടുക്കാനായിട്ട് ഓരോ ഐറ്റം എടുത്ത് വറുത്ത് മാറ്റിയിട്ട് അവർക്കുള്ള ചോറ് കൊടുക്കും കേട്ടോ. അപ്പോൾ ഒരു സെറ്റ് വറുത്ത് മാറ്റിയിട്ടുണ്ട്. പിന്നെ അതേ മോന് ചോറ് വിളമ്പി കൊടുത്തു. അഖിലിനും മോൾക്കും അവർക്കും എടുത്തിട്ടോ. പിന്നെ നാളത്തേക്ക് രാവിലത്തേക്ക് ചായ ഉണ്ടാക്കാനുള്ള വെള്ളവും അതുപോലെ കുഞ്ഞുങ്ങൾക്കുള്ള കുറുക്ക് ഉണ്ടാക്കാനുള്ള വെള്ളം അതെല്ലാം ഞാൻ എടുത്ത് സെറ്റാക്കി വെക്കും കേട്ടോ. പിന്നെ രാത്രിയിലത്തേക്ക് കുറച്ച് കുറുക്കുണ്ടാക്കി വെക്കും. രാത്രി പിള്ളേർ എഴുന്നേറ്റ് കരഞ്ഞാൽ കൊടുക്കണമല്ലോ. അപ്പോൾ അതിനായിട്ട് കുറച്ച് കുറുക്ക് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ഫ്രൈ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു സെറ്റ് കഴിഞ്ഞു. പിന്നെ അത് കുറുക്കിനുള്ള അമൃതം പൊടി ഇട്ട് കൊടുക്കുവാണ്. പിന്നെ എനിക്കുള്ള ചോറും കൂടി ഞാൻ വിളമ്പി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മീൻ വെട്ടലൊക്കെ എല്ലാം കഴിഞ്ഞ് വന്നപ്പോഴേക്കും കുളിയൊക്കെ കഴിഞ്ഞ് വന്നു. അപ്പോൾ ഞാൻ എനിക്കുള്ള ചോറും കൂടി എടുത്ത് കഴിക്കാൻ പോവാണ് കേട്ടോ. പിന്നെ ഈ കുറുക്കും കൂടി എടുത്ത് കുറുക്കും കൂടി ഉണ്ടാക്കി വെക്കണം കേട്ടോ. ഫ്രൈ എല്ലാം റെഡിയായി കഴിഞ്ഞു. ഇത് നാളത്തേക്കുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ. ഓക്കെ, ബൈ.